ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രേസാണ് കേട്ടോ. ഫ്രേസ് ഇതാണ്, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. എന്താണ് ഈ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം? എപ്പോഴാണ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ പറയേണ്ടി വരില്ലേ, ഒരുപാട് നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാളായി ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാളായി ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ട്. ഇങ്ങനെ നമ്മളൊരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ പറയില്ലേ, അതൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആരുടെ അടുത്തെങ്കിലുമൊക്കെ പറയുമല്ലോ, ഞാൻ ഒരുപാട് കാലമായി അത് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരുപാട് കാലമായി, അല്ലെങ്കിൽ ഏറെ കാലമായി, അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി, അല്ലെങ്കിൽ അധിക കാലമായി എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മളത് പറയുക എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു കിടിലൻ ഫ്രേസ് ഉണ്ട്, അതാണ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. എങ്ങനെയാണ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം? അപ്പോൾ ഒരുപാട് നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ടെന്ന് എങ്ങനെയാണ് പറയുക? പോകുക എന്നുള്ളതിന് ഗോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫോം പോയി എന്നുള്ളതിന് വെൻറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ടെന്ന് എങ്ങനെ പറയാം? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ വെൻറ്റ് ദർ. സിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, അതിൻ്റെ സെക്കൻഡ് ഫോമിൽ പറയാം. ക്ലിയർ? നമ്മൾ കണ്ടുമുട്ടിയിട്ട് വളരെയധികം കാലമായി, അല്ലെങ്കിൽ ഏറെ കാലമായി എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാലമായി എങ്ങനെ പറയും? അതിന് നമുക്ക് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്നുള്ള ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് അപ്പം നമ്മൾ പറയുക നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാലമായെന്ന്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. കണ്ടുമുട്ടുക എന്നുള്ളതിന് നമ്മൾ മീറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ കണ്ടുമുട്ടി എന്നുള്ളതിന് എന്ത് പറയും? മെറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ്സ് ബീൻ a long time since we met. It's been a long time since we met. എങ്ങനെയാണ്? It's been a long time since we met. ഓക്കെ, നമ്മൾ ആദ്യം ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക, എന്നിട്ട് സിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുമുട്ടിയിട്ടാണെങ്കിൽ വി മെറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ പോയിട്ടാണെങ്കിൽ വി വെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ മുത്തച്ഛനെ കാണാൻ പോയിട്ട് ഏറെ കാലമായി എങ്ങനെയാണ് പറയുക? ഞാൻ എൻ്റെ മുത്തച്ഛനെ കാണാൻ പോയിട്ട് ഏറെ കാലമായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് ഫാദർ. നമ്മൾ കാണാൻ പോവുക അല്ലെങ്കിൽ സന്ദർശിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയുക? വിസിറ്റ് എന്ന് പറയുക അല്ലേ. അപ്പം നമ്മളിങ്ങനെ പറയും, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് ഫാദർ. It's been a long time since I visited my grandfather. Clear? ഇനി അടുത്തതായിട്ട് നമുക്ക് പറയണം, ഒന്ന് മനസ്സ് നിറഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി. എങ്ങനെയാണ് നമ്മൾ പറയുക? ഒന്ന് മനസ്സ് നിറഞ്ഞ് സംസാരിച്ചിട്ട് ഒരുപാട് നാളായെന്ന്. It's been a long time since we had a heartfelt conversation. എങ്ങനെയാണ്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ഹാഡ് എ ഹാർട്ട്ഫെൽറ്റ് കൺവെർസേഷൻ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ഹാഡ് എ ഹാർട്ട്ഫെൽറ്റ് കൺവെർസേഷൻ. ക്ലിയർ? ഇനി നമുക്ക് ചിലരുടെ അടുത്ത് പറയാം, ഇപ്പോൾ ഒരുപാട് കാലമാണ് ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലേ. ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലിരിക്കുമ്പോൾ നമ്മൾ പറയും, കുറേ കാലമായി ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടെന്നൊക്കെ നമ്മൾ പറയല്ലേ. എങ്ങനെയാണ് നമ്മളങ്ങനെ പറയുക? ഞാൻ ഇത്ര സന്തോഷം അനുഭവിച്ചിട്ട് ഏറെ നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ഫെൽറ്റ് സോ ഹാപ്പി. എങ്ങനെയാണ്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ ഫെൽറ്റ് സോ ഹാപ്പി. അടുത്തതായിട്ട് നമുക്ക് പറയണം, നിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം ഒരുമിച്ച് ആഘോഷിച്ചിട്ട് ഏറെ നാളായി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയണം, എത്ര കാലമായി നിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ട്. നമ്മളിങ്ങനെ പറയാം അല്ലേ, ഇങ്ങനെ പറയാം, നിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ട് ഒരുമിച്ച് ആഘോഷിച്ചിട്ട് ഏറെ നാളായെന്ന്.
നിൻ്റെ ജന്മദിനം ഒരുമിച്ച് ആഘോഷിച്ചിട്ട് ഏറെ നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി സെലിബ്രേറ്റഡ് യുവർ ബർത്ത്ഡേ ടുഗദർ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി സെലിബ്രേറ്റഡ് യുവർ ബർത്ത്ഡേ ടുഗദർ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ലൈക്ക് ഒരുപാട് കാലമായി എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് സിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് കണക്റ്റീവ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് പറയാം? നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് പറയാം അല്ലേ. ഇപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്, സിൻസ് വി വെൻറ്റ്. നമ്മൾ പോയിട്ട് ഇത്രയും ഒരുപാട് കാലമായി, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. അതിനൊക്കെ സിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വെർബാണോ അതിൻ്റെ സെക്കൻഡ് ഫോം അവിടെ കൊടുക്കുക. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മലയാളം സെൻറ്റൻസ് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ സെൻറ്റൻസ് ഇതാണ്. ഞാൻ സൃഷ്ടിപരമായ എന്തെങ്കിലും എഴുതിയിട്ട് ഏറെ നാളായി. കുറേ കാലമായി ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എഴുതിയിട്ട്. സൃഷ്ടിപരമായി എന്നുള്ളതിന് നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ സൃഷ്ടിപരമായി എന്തെങ്കിലും എഴുതിയിട്ട് ഏറെ നാളായി യൂസ് ചെയ്യേണ്ടത്? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് എന്ന് പറയുന്ന ഫ്രേസാണ്. അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.